ഹലോ മച്ചന്മാരെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞിപ്പോൾ വന്നേ ഉള്ളൂ. നേരെ കൊച്ചുപള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചതിന് ശേഷം നേരെ ചിലപ്പോൾ ഒരു ജ്യൂസ് കുടിക്കാൻ പോകും, അല്ലെങ്കിൽ നേരെ വീട്ടിൽ തന്നെയാണ്. നോക്കാം ഇന്നത്തെ ഡേ എങ്ങനെ പോകും നോക്കാം. ആൻസി വാ, ആൻസി വാ വാ. ആൻസി തല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻസി ഭയങ്കര ഇത് ആൻസി ഉണ്ടാക്കിയ സ്ലൈഡാണ് കേട്ടോ. എങ്ങനെയുണ്ട്? കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ആൻസി കൊള്ളൂല്ല എന്നാണ് ഫോട്ടോയ്ക്ക് പറയാം. അതങ്ങനെ തന്നെ. അപ്പോൾ നമുക്ക് നേരെ പോവാം. അങ്ങനെ നമ്മൾ പള്ളിയിൽ, ഇവിടെ ഭയങ്കര തിരക്കാണ്. പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ട് നേരെ നടക്കുന്നു. അങ്ങനെ നമ്മൾ പള്ളിയുടെ ഫ്രണ്ടിലെത്തി. ഈ ക്യൂ ഉണ്ട്, അവിടെ പായസം കൊടുക്കുന്നതിൻ്റെ ക്യൂ ആണ്. അത്രയ്ക്ക് തിരക്കാണ് ഇവിടെ. അന്തോണിയോസ് പുണ്യാളന് വളരെയധികം ശക്തിയുണ്ട്. അത്രയ്ക്ക് ജനക്കൂട്ടമാണ്. ഓരോരുത്തരുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ഒരേ ഒരു പുണ്യാളനാണ്. ഇവിടുത്തെ തിരക്ക് കണ്ടില്ലേ? ചൊവ്വാഴ്ച ദിവസം മാത്രമാണ് ഇവിടുത്തെ കുർബാന. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഒരു ദിവസം ഭയങ്കര തിരക്കായിരിക്കും രാവിലെ തൊട്ടേ. ആൻസി ഇവിടെ വന്നു കഴിഞ്ഞാൽ അവൾ കമ്മൽ ലോക്കലാണ് ജോലി. നല്ല വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇവിടുത്തെ പാനിപ്പൂരി ഒരു രക്ഷയില്ല. മസ്റ്റ് ഐറ്റമാണ്. ഞാൻ എപ്പോൾ ഇവിടെ വന്നാലും വേറെ ഒന്നും കഴിച്ചില്ലെങ്കിലും ഇവിടുത്തെ പാനിപ്പൂരി കഴിക്കും. അടിപൊളി അടാറ് സാധനമാണ്. എനിക്കിഷ്ടപ്പെട്ട്, എന്നെപ്പോലെ ആയിരിക്കും ഓരോരുത്തർ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും കഴിക്കണം. കാരൊക്കെ എങ്ങനെയുണ്ട്? എന്ത് കുഴപ്പം? എന്ത് കൊള്ളൂല്ല എന്ന് തന്നെ പറയാമോ? അങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഇനി പാർക്കിങ്ങിൽ അങ്ങോട്ട് നടക്കുകയാണ്. മിനിച്ചേട്ടനെ കണ്ടു. മിനിച്ചേട്ടൻ വണ്ടിയായിട്ട് അങ്ങോട്ട് പോയി. വിനിച്ചേട്ടനെ കാണാം. നമ്മളെ വിനിച്ചേട്ടൻ യൂട്യൂബ് ചാനൽ ഇന്നാണ് നിങ്ങൾ ഹൈലൈറ്റ്. പമ്പ എങ്ങനെ പോകുന്നു? ചേട്ടൻ്റെ അച്ഛൻ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. നമ്മൾ പുണ്യാളനെ കണ്ട് പ്രാർത്ഥിച്ച് പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എപ്പോഴും പറയും പോലെ അല്ല, പുതിയ നല്ല വീഡിയോസ് ഞാൻ ഉടനെ തന്നെ വരുന്നതാണ്. അഞ്ച് എന്നെ തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൊന്നും നമ്മൾ തളരില്ല. നമുക്കൊരു എയിമുണ്ട്, അതെപ്പോഴായാലും നമ്മൾ അച്ചീവ്മെൻ്റ് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ലത് മാത്രം ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഗുഡ് ബൈ.